ഒരു 4 വർഷങ്ങൾക്ക് മുന്നെയാണ് ഞാൻ ആദ്യമായിട്ട് മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്ത് തുടങ്ങുന്നത്. എൻ്റെ അമ്മയാണ് എനിക്ക് അത് മേടിച്ചു തരുന്നത് ആദ്യമായിട്ട്. എൻ്റെ ചേച്ചി ഓൾറെഡി യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കാം ഈ മൂത്തോ കൊണ്ട് ഇളയൊക്കെ ഇല്ലാതിരിക്കേണ്ട എന്ന് വിചാരിച്ചിട്ടായിരിക്കും എൻ്റെ അമ്മ എനിക്കത് മേടിച്ചു തന്നത്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് ആദ്യമായിട്ട് അത് യൂസ് ചെയ്തതിന് മുന്നേ ഉള്ള എൻ്റെ എക്സൈറ്റ്മെന്റ്. പീരീഡ്സ് ആവാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു എനിക്ക് മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യുന്നത്. എനിക്ക് പീരീഡ്സ് ആയി ഞാനാണെങ്കിൽ യൂസ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. ആദ്യത്തെ ദിവസം തന്നെ അത് പെയിൻ ഉള്ള ദിവസം, എനിക്ക് ആദ്യത്തെ ദിവസം നല്ല പെയിൻ ആയിരിക്കും. പെയിൻ ഉള്ള ദിവസം തന്നെ ഞാൻ യൂസ് ചെയ്യാൻ തീരുമാനിച്ചു. ഞാൻ ആദ്യമായിട്ട് മേടിച്ച മെൻസ്ട്രൽ കപ്പാണ്. എൻ്റെ അമ്മ മേടിച്ച മെൻസ്ട്രൽ കപ്പാണ്, മമ്മിയുടെ മെൻസ്ട്രൽ കപ്പ്, അൾട്രാ സോഫ്റ്റ് റീയൂസബിൾ മെൻസ്ട്രൽ കപ്പ് തന്നെ. ഇങ്ങനത്തെ പാക്കേജിനകത്ത് വന്നത്. എന്നിട്ട് ഇതിനകത്ത് പൗച്ച് ഉണ്ടായിരുന്നു. ആ പൗച്ചിനകത്താണ് നമുക്ക് മെൻസ്ട്രൽ കപ്പ് കിട്ടിയത്. കൂടെ നമുക്ക് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലോഷൻ കിട്ടിയിട്ടുണ്ട്. അത് ഈ കണ്ട ഇൻസ്ട്രക്ഷൻസ് പ്രകാരം ഞാനാണെങ്കിൽ ഒരു പാത്രത്തിനകത്ത് കുറച്ച് വെള്ളം എടുത്ത് ഒരു 5-10 മിനിറ്റ് മെൻസ്ട്രൽ കപ്പ് ഇട്ട് തിളപ്പിച്ചു. അതിനുശേഷം അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് മെൻസ്ട്രൽ കപ്പ് സ്റ്റെറിലൈസ് ചെയ്തത്. സ്റ്റെറിലൈസ് ചെയ്തതിന് ശേഷം കുറച്ചൊന്ന് ചൂടൊക്കെ മാറിയതിന് ശേഷം നമ്മൾ ഇൻസേർട്ട് ചെയ്യുക. അങ്ങനെയാണ് മെൻസ്ട്രൽ കപ്പ് എനിക്ക് കിട്ടിയത്. ആ ഒരു അങ്ങനെ തന്നെ ഞാൻ ഇൻസേർട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ പുതിയത് മേടിച്ചാണ് സിറോണയുടെ. ഇതാണ് മെൻസ്ട്രൽ കപ്പ്. ഇത് സ്റ്റെം. ഇത് എങ്ങനെയാണ് ഇരിക്കുന്നത് നമ്മൾ അതേപടിയാണ് ഞാൻ ഇൻസേർട്ട് ചെയ്തത്. ഈ സ്റ്റെം എൻ്റെ പാൻറ്റീസിൽ ടച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. എനിക്കാണ് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഇരിക്കാൻ പറ്റുന്നില്ല, കിടക്കാൻ പറ്റുന്നില്ല, നിൽക്കാൻ പറ്റുന്നില്ല എന്ന ഒരു അവസ്ഥയായിരുന്നു. ഞാൻ ആദ്യത്തെ ദിവസം അങ്ങനെ തന്നെ കൊണ്ടുപോയി. പിറ്റേ ദിവസം ഞാൻ വീഡിയോസ് വീണ്ടും കണ്ടു. അതിനുശേഷം എനിക്ക് മനസ്സിലായി നമ്മുടെ ആവശ്യാനുസരണം ഈ സ്റ്റെം കട്ട് ചെയ്ത് മാറ്റണം. നമ്മൾ പിറ്റേ ദിവസം ഞാൻ ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ ഇത് വെച്ചതിന് ശേഷം എനിക്ക് ആവശ്യത്തിന് ഞാൻ കട്ട് ചെയ്തു. എനിക്ക് ആകെ 2 മെത്തേഡിൽ ഇത് ഇൻസേർട്ട് ചെയ്യാൻ അറിയാമായിരുന്നുള്ളൂ. എന്ന് പറഞ്ഞാൽ ഒന്ന് സി ഫോൾഡ്. ഇതാണ് സി ഫോൾഡ്. ഇങ്ങനെ ചിലർ ഇൻസേർട്ട് ചെയ്യും, ചിലർ ഇങ്ങനെ ഇൻസേർട്ട് ചെയ്യും. ഞാൻ ആദ്യം ഓഫ് കോഴ്സ് ഇങ്ങനെയാണ് ട്രൈ ചെയ്തത്, പക്ഷേ എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ ഇതിനെ മാക്സിമം ചെറുതാക്കിയിട്ട് ഇങ്ങനെയാണ് ആദ്യമായിട്ട് ഇൻസേർട്ട് ചെയ്തത്. ഇനി ഒരു രീതി കൂടെ ഉണ്ട്. അത് 7 ഫോൾഡ് എന്നാണ് പറയുന്നത്. 7 ഫോൾഡ് ഇതാ ഇങ്ങനെയായിരുന്നു. ഇങ്ങനെയാണ് അടുത്ത രീതി. അങ്ങനെ 3 രീതിയിൽ നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. എനിക്ക് ആ സമയത്ത് 2 മെത്തേഡ് അറിയാൻ പാടുന്നു. സാധാരണ ഇൻസേർട്ട് ചെയ്യുമ്പോഴേക്കും ഞാൻ കണ്ട വീഡിയോസ് വെച്ച് നോക്കുമ്പോഴേക്കും ഇൻസേർട്ട് ചെയ്ത് കഴിയുമ്പോൾ ഒരു പോപ്പ് എന്ന് പറയുന്ന ശബ്ദം കേൾക്കും. സോ നമുക്കത് ഫീൽ ചെയ്യും എന്നൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അങ്ങനെ ഒന്നും ഫീൽ ചെയ്തില്ല. പിന്നെ ഞാനാണെങ്കിൽ ഇനി അത് കയറിയോ ഇരുന്നോ, ഇനി അകത്തുനിന്ന് പുറത്തോട്ട് വരുമോ എന്നൊക്കെ എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. അത് ആദ്യത്തെ ദിവസം ഞാൻ വെച്ച സമയത്ത് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു ഇത് എനിക്ക് പറ്റിയ പരിപാടിയല്ല, ഇങ്ങനെയാണ് വെച്ചുകൊണ്ടിരിക്കുന്നത്, ഇങ്ങനെ ആയിരിക്കണം എല്ലാവരും വെച്ചിരിക്കുന്നത് എന്നൊക്കെ ഞാൻ വിചാരിച്ചു. ഇങ്ങനെ വെച്ചോണ്ട് ആൾക്കാർ ഇങ്ങനെ നടക്കുന്നു എന്നാണ് ഞാൻ വിചാരിച്ചത്. എനിക്ക് വെച്ചു കഴിഞ്ഞു. പക്ഷേ ഇനി എങ്ങനെ എടുക്കും? എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു, ഡൗട്ടായിരുന്നു. ഈശ്വരി ഇത് പുറത്തോട്ട് വരുമ്പോഴത്തേക്ക് അകത്തോളം എല്ലാം കൂടെ വലിച്ചോണ്ട് പുറത്തോട്ട് വരും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു. ഞാൻ എങ്ങനെയാണോ കണ്ടത് എന്ന് പറഞ്ഞാൽ ഇത് അകത്തോട്ട് പോയി സക്കായിട്ട് അവിടെ ഇരിക്കുന്നതിന് ശേഷം വെറുതെ ഈ സ്റ്റെമ്മിൽ പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് പുറത്ത് വരത്തില്ല. ആരെയുള്ള എൻ്റെ ആശ്വാസം എന്ന് പറഞ്ഞാൽ ഇപ്പം നീളത്തിന് സ്റ്റെം കടക്കുമായിരുന്നല്ലോ. അപ്പോൾ സാധനം അകത്തോട്ട് കയറി പോയിട്ടില്ല എന്നൊരു വിശ്വാസം എനിക്കുണ്ട്. പക്ഷേ സ്റ്റെം കട്ടിയതിന് ശേഷം എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു. ഞാനാണെങ്കിൽ ആദ്യത്തെ ദിവസം ജസ്റ്റ് നമ്മുടെ ഇൻസ്ട്രക്ഷൻസ് ജസ്റ്റ് ഒന്ന് ഈ 2 ഫിംഗേഴ്സ് യൂസ് ചെയ്ത് ഇവിടെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുമ്പോഴേക്കും ഇതിനകത്തുള്ള എയറും ഒക്കെ പോകും. ഇവിടെ പ്രസ് ചെയ്തിട്ട് എടുക്കുമ്പോൾ നമുക്ക് സ്മൂത്ത് ആയിട്ട് ഇത് എടുക്കാൻ പറ്റില്ല. ആദ്യത്തെ ദിവസങ്ങൾ പെയിൻ ആയിരിക്കുമ്പോൾ ഇത് ഇൻസേർട്ട് ചെയ്യുന്ന സമയത്തുള്ള ഒരു ടെൻഷൻ അതായിരുന്നു. പിന്നീടായപ്പോൾ നല്ല കൂളായിട്ട് ഇത് യൂസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഒരു ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 4 വർഷമായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനമാണ്. യാത്ര ചെയ്യുമ്പോൾ ഇത് യൂസ് ചെയ്യാൻ പറ്റുമോ, എങ്ങനെ ഇത് വെച്ചുകൊണ്ട് പോകും? യാത്ര ചെയ്യുമ്പോഴേക്കും നമുക്ക് ഇതൊക്കെ മീൻസ് നമ്മൾ എടുത്തതിന് ശേഷം ബ്ലഡ് ഒഴിച്ച് കളഞ്ഞിട്ട് കഴുകി യൂസ് ചെയ്യാൻ പറ്റുന്ന സാഹചര്യം അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ യൂസ് ചെയ്യാനാണ്? പാരൊക്കെയാണെങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലും ഡിസ്പോസ് ചെയ്യാനുള്ള മെത്തേഡ്സ് ഉണ്ട്. അങ്ങനെയൊക്കെയാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. യാത്രകൾ ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ അധികം യൂസ് ചെയ്യില്ലേ, അതായത് ദൂരെ യാത്രകൾ, പുറത്ത് ഇറങ്ങുമ്പോഴല്ല, വീട്ടിൽ മാത്രം വെച്ചോണ്ടിരിക്കുന്നില്ല, ദൂരെ യാത്രകൾ ചെയ്യുമ്പോൾ ഞാൻ മാക്സിമം ഇത് അവോയ്ഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു മുന്നേ. പക്ഷേ ഒരു പ്രാവശ്യം ഞാൻ അത്യാവശ്യം ദൂരെ ഒരു സ്ഥലത്ത് പോയപ്പോൾ ഇത് പീരീഡ്സ് ആയിരുന്ന സമയത്ത് ഞാൻ മെൻസ്ട്രൽ കപ്പ് എന്തായാലും വെച്ചിട്ട് പോകാം എന്ന് തീരുമാനിച്ച് 2ഉം കൽപ്പിച്ചങ്ങ് വെച്ചു. എനിക്ക് ഗുണമേ ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ ഒരു കോൺഫിഡൻസിന് ഞാൻ എനിക്ക് പാൻറ്റീസിൽ പാഡും കൂടെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അഥവാ ലീക്കായി കഴിഞ്ഞാലും ഓവർഫ്ലോ ആയി കഴിഞ്ഞാലും പാഡ് ഉള്ളതുകൊണ്ട് നമുക്ക് സ്റ്റേജ് ബോഡിയിലാവത്തില്ല, അതായത് ഡ്രസ്സിലാവത്തില്ല എന്നൊരു കോൺഫിഡൻസ് എനിക്കുണ്ടായിരുന്നു. അങ്ങനെയാണ് സംഭവം. പിന്നീട് യാത്ര ചെയ്യുമ്പോഴും ഇത് യൂസ് ചെയ്യാൻ പ്രശ്നമൊന്നുമില്ല ഞാൻ മനസ്സിലാക്കി. ഇപ്പോൾ ഞാൻ വളരെ കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ഡൗട്ട്സ് എനിക്കുണ്ടായിരുന്നു ഇത് യൂസ് ചെയ്യുന്നതിന് മുന്നേ. പിന്നെ കോളേജിൽ വെച്ചുകൊണ്ട് പോകാൻ എനിക്ക് വേണ്ടിയുണ്ടായിരുന്നു. കോളേജിൽ വെച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ ഇത് ഹാൻഡിൽ ചെയ്യുമെന്നുള്ള ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ യൂസ് ചെയ്ത് വരുന്നതോറും കൂടുതൽ കംഫർട്ടബിൾ ആയി വരികയാണ് ഞാൻ ചെയ്തത്. ചിലർക്ക് പാഡ് ഡിസ്പോസ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിലുണ്ടായിരുന്നു. അങ്ങനെയുള്ളവർക്ക് ഒരു സേഫ് ആയിട്ടുള്ള ഓപ്ഷനാണ് ഈ മെൻസ്ട്രൽ കപ്പ് എന്ന് പറയുന്നത്. പലർക്കും ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു, അത് കയറി പോകും എന്നുള്ളത്. എനിക്കുണ്ടായിരുന്നു. എനിക്ക് ആദ്യത്തെ പ്രാവശ്യം യൂസ് ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് കിടന്നുറങ്ങുമ്പോൾ മൊത്തം എൻ്റെ മനസ്സിൽ ഇതാണ്, നിന്നാലും ഒന്ന് കയറി പോകും, ഇതെങ്ങനെ കയറി പോകും എന്നുള്ള ടെൻഷൻ ഉണ്ടായിരുന്നു. ഇതുവരെ അങ്ങനെ കയറിയൊന്നും പോയിട്ടില്ല. അഥവാ ജസ്റ്റ് ഒന്ന് ഇതായി പോവുകയാണ് എന്ന് തോന്നിയാൽ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. അത് താഴെ ജസ്റ്റ് ഒന്ന് വരും. ആ സ്റ്റെമ്പിൽ നമുക്ക് പിടി കിട്ടും. അപ്പോൾ പയ്യെ ഒന്ന് പ്രസ് ചെയ്ത് വലിച്ചെടുക്കുമ്പോൾ ഭയങ്കര ഹാർഷായിട്ട് വെച്ചെടുക്കാതിരിക്കുക. പയ്യെ ഒന്ന് പ്രസ് ചെയ്ത് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് ജസ്റ്റ് ഒന്ന് വെച്ചെടുക്കാം. ഇതിന് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഞാനിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് മേടിച്ചത് സിറോണയുടെ കപ്പാണ്. ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി സൈസസ് ഡിഫറെൻറ്റ് സൈസസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഇപ്പോൾ ഞാൻ വാങ്ങിച്ചിരിക്കുന്ന സ്മോൾ സൈസ് ആണ്. അതായത് നിങ്ങൾ ഡെലിവറി ഒക്കെ കഴിഞ്ഞവർക്കാണെങ്കിൽ മീഡിയം കാണും, ലാർജ് ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ 3 സൈസിലെങ്ങാണ്ട് അവൈലബിൾ ആണ്. സ്മോൾ, മീഡിയം, ലാർജ് അങ്ങനെ 3 സൈസിലെങ്ങാണ്ട് അവൈലബിൾ ആണ്. ഇങ്ങനെയുള്ള ഒരു പെട്ടിയിൽ ഒരു കപ്പ് കിട്ടും. ഈ പെട്ടിക്കകത്ത് ഇങ്ങനെ ഒരു പൗച്ച് കാണും. സിറോണയുടെ അതിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഈ പെട്ടിക്കകത്ത് ഒരു പൗച്ച് കാണും. ഈ പൗച്ചിനുള്ളിൽ ഇങ്ങനെ മെൻസ്ട്രൽ കപ്പ് ഇട്ട് വെച്ചിട്ടുണ്ടായിരിക്കും. അതെടുക്കുക. എൻ്റെ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ സ്മോൾ ആണ്, സ്മോൾ സൈസ് ആണ്. ഞാൻ 3 സൈസിലെങ്ങാണ്ട് അവൈലബിൾ ആണ്. ഇതുപോലെ ഒരു കാറ്റലോഗ് ആണ്. ഈ കാറ്റലോഗിനുള്ളിൽ നിങ്ങൾക്ക് എങ്ങനെയൊക്കെ ഇത് ഇൻസേർട്ട് ചെയ്യാൻ സാധിക്കും എന്നുള്ള 3 ഫോൾഡിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഈ കാറ്റലോഗിൽ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ വേറെ സംഭവം പറയുന്നതെന്ന് പറഞ്ഞാൽ യൂസിങ് എ മെൻസ്ട്രൽ കപ്പ് ഡസന്റ് അഫക്ട് യുവർ വെർജിനിറ്റി ആൻഡ് ഹാസ് നോ കോറിലേഷൻ വിത്ത് യുവർ സെക്ഷൽ എക്സ്പീരിയൻസ്. നോട്ട് പോയിന്റ്. സ്മോൾ സൈസിൽ അപ് ടു 15 ml ആണ്, മീഡിയം സൈസിൽ അപ് ടു 22 ml ആണ്, ലാർജ് സൈസിൽ അപ് ടു 30 ml ആണ്. പ്രസവശേഷം ഉള്ള സ്ത്രീകൾക്കൊക്കെ ലാർജ് ആണ് ഇവർ സൈസ് സജസ്റ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇതിൽ തന്നെ പറയുന്നുണ്ട്. എനിക്ക് അമ്മയുടെ കപ്പ് വാങ്ങിച്ചപ്പോഴത്തേക്ക് അതിൽ ഇത് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ലോഷൻ പോലത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു. ഇതിൽ അങ്ങനെ തന്നെ കിട്ടിയിട്ടില്ല. എന്നാലും സിറോണയുടെ കപ്പ് കൊള്ളാം.
ഫ്ലോ അനുസരിച്ച് നിങ്ങൾക്ക് ഒരുപാട് ഫ്ലോയിൽ എത്തിയാണെങ്കിൽ ചിലപ്പോൾ 3-4 മണിക്കൂറിനുള്ളിൽ തന്നെ ഫ്ലോ ആയിട്ട് ഓവർ ഫ്ലോ ആയിട്ട് നിങ്ങൾക്ക് ഇത് ചേഞ്ച് ചെയ്യേണ്ടി വരും. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചേഞ്ച് ചെയ്യുമായിരുന്നു, ഞാൻ ചേഞ്ച് ചെയ്യുന്ന വ്യക്തിയാണ്. പിന്നെ ഇതൊരു സിലിക്കൺ മെറ്റീരിയലാണ്, വളരെ കട്ടിയില്ലാത്ത ഭയങ്കര കട്ടിയുള്ള സംഭവം. ഇപ്പോൾ തന്നെ എന്താ കണ്ടില്ലേ, വളരെ കട്ടിയില്ലാത്ത ഭയങ്കര കട്ടിയുള്ള സംഭവമൊന്നുമില്ല കണ്ടോ. ഇത് നിങ്ങൾ വെച്ചതിന് ശേഷം കറക്റ്റായിട്ട് നിങ്ങളുടെ ആവശ്യാനുസരണം കട്ട് ചെയ്ത് കളയാം. നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നതിന് മുന്നേ മീൻകറിയും ചോറൊക്കെ കൂട്ടി കഴിച്ചിട്ട് ഇത് ഇൻസേർട്ട് ചെയ്യാൻ നിൽക്കരുത്. അഥവാ നിങ്ങൾക്ക് കഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ലപോലെ സോപ്പ് ഉപയോഗിച്ച് നമ്മുടെ കൈകൾ വാഷ് ചെയ്യുക, അല്ലെങ്കിൽ നല്ലപോലെ നാക്കൊന്നും ഇല്ലാതിരിക്കുന്നത് ബെറ്റർ ആയിരിക്കും. കാരണം മുറിയാനുള്ള ചാൻസ് ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള പാർട്ടല്ലേ, നമ്മൾ അതിനനുസരിച്ചുള്ള കെയർ കൊടുക്കാം. നിങ്ങളെപ്പോലെ സാധാരണക്കാരി തന്നെയാണ് ഞാനും, ഒരു സാധാരണക്കാരി ആയിട്ടുള്ള ഒരു നിങ്ങളെപ്പോലെ തന്നെയാണ് ഞാനും. ഒരു കാലത്ത് ഒരുപാട് ഡൗട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു, യൂസ് ചെയ്ത് തുടങ്ങിയതിന് ശേഷമാണ് എനിക്ക് അതൊക്കെ മാറിയത്. അപ്പോൾ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ലെന്നാണ് ഞാൻ പറയുന്നത്. വേറെ പ്രശ്നമൊന്നും വരാൻ പോയില്ല. കറക്റ്റ് സൈസിലുള്ള മെൻസ്ട്രൽ കപ്പ് നിങ്ങൾ സെലക്ട് ചെയ്യുക. അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ലീക്കൊന്നും വരാൻ ചാൻസ് ഇല്ല. വർക്ക് ചെയ്യുന്ന സ്ത്രീകൾക്കൊക്കെ നല്ലൊരു ഓപ്ഷനാണ്. കാരണം എന്ന് പറഞ്ഞാൽ 8 മണിക്കൂർ വരെ നമുക്ക് ഇത് വെച്ചേക്കാൻ പറ്റും. അത് നിങ്ങളുടെ ബ്ലഡ് ഫ്ലോ അനുസരിച്ച് നിങ്ങളത് എടുത്ത് കളഞ്ഞതിന് ശേഷം ക്ലീൻ ആക്കി ഇൻസർട്ട് ചെയ്യുക. അതാണ് അതിൻ്റെ ഒരു മെത്തേഡ്. അടുത്ത ദിവസങ്ങളിലൊക്കെ ഞാൻ ഒരു 2 hours 3 hours ഇടപ്പിച്ച് ഞാൻ എടുക്കുമായിരുന്നു. പിന്നീട് ആകുമ്പോഴത്തേക്കും കുറച്ചുകൂടെ എനിക്ക് നേരം വെക്കാൻ പറ്റും. പിന്നെ ചിലർക്ക് ഡൗട്ട് ഉണ്ടായിരിക്കും, ഇത് വെച്ച് കഴിഞ്ഞാൽ ഹൈമൻ ബ്രേക്കേജ് ഉണ്ടാവും എന്നൊക്കെയുള്ളത്. അത് കൺസേൺ ചെയ്യേണ്ട ഒരു കാര്യമൊന്നും എനിക്കറിയില്ല. കാരണം നിങ്ങൾ നല്ല പോലെ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, സ്പോർട്സിലൊക്കെ നല്ലപോലെ ഇൻവോൾവ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ആണെങ്കിൽ ഹൈമനൊക്കെ എപ്പോഴും ബ്രേക്ക് ആയിട്ടുണ്ടായിരിക്കും. അതൊക്കെ ബ്രേക്ക് ആയി പോകാൻ ചാൻസ്. അത് വളരെ തിന്നായിട്ടുള്ള ഒരു മെംബ്രെയിനാണ്. ചിലർക്ക് ഹൈമൻ ഉണ്ടായിരിക്കില്ല എന്ന് പറയപ്പെടുന്നുണ്ട്. എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്പോർട്സിൻ്റെ അടുത്ത് ചോദിക്കാം, വേണമെങ്കിൽ ഗൈനക്കോളജിസ്റ്റിൻ്റെ അടുത്ത് ചോദിക്കാം. അവരൊക്കെ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞിരുന്നായിരിക്കും. ഇത് വെച്ചുകൊണ്ട് യോഗ ചെയ്യാം, ഡാൻസ് കളിക്കാം, നമുക്ക് സ്വിം ചെയ്യാം. ഒരു തരത്തിലുള്ള ലീക്കേജ് ഉണ്ട്. കറക്റ്റ് ഫിറ്റ് ആണ്. നമുക്ക് കറക്റ്റ് ഫിറ്റിനുള്ള മെൻസ്ട്രൽ കപ്പാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ലീക്ക് ഒന്നും ആവത്തില്ല. പിന്നെ ചില സന്ദർഭങ്ങളിൽ എനിക്ക് മാറ്റാൻ പറ്റില്ല, കപ്പ് വെച്ചിട്ടുണ്ട് എന്നാലും മാറ്റാൻ പറ്റില്ല എന്നൊരു സാഹചര്യമാണെങ്കിൽ ഞാനാണെങ്കിൽ എൻ്റെ പാൻറ്റീസിൽ ഒരു പാഡ് കൂടെ ഒട്ടിച്ച് വയ്ക്കും. അഥവാ എങ്ങനെ ലീക്കായി കഴിഞ്ഞാലും പാഡ് ഉണ്ടല്ലോ എന്നുള്ളൊരു കോൺഫിഡൻസ്. വേറൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഇത് ഒറ്റ പ്രാവശ്യം വാങ്ങിച്ചു കഴിഞ്ഞാൽ 3-4 വർഷം ഇത് നമുക്ക് സുഖമായിട്ട് യൂസ് ചെയ്യാം. സ്റ്റെറിലൈസ് ചെയ്ത് നമുക്ക് 3-4 വർഷം ഇത് സുഖമായിട്ട് യൂസ് ചെയ്യാവുന്ന സാധനമാണ്. നമുക്ക് പാഡിൻ്റെ പൈസ ലാഭിക്കാം. പിന്നെ ചിലർക്കുള്ള കൺസേൺ ആണ്, ഇത് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വജീനൽ ഓപ്പണിംഗ് അഥവാ വജീന വലുതായി പോകും എന്നുള്ളത്. ഇല്ല, വജീന എന്ന് പറയുന്നത് ഇലാസ്റ്റിക് പോലെയാണ്. അത് കുറച്ച് ഓപ്പൺ ആവും, എന്നിട്ട് ബാക്ക് ടു നോർമൽ സ്റ്റേറ്റിലേക്ക് വരും. അതിനെക്കുറിച്ച് വൈഡ് ആവേണ്ട ആവശ്യമില്ല, നിങ്ങൾ അതിനെക്കുറിച്ച് കൺസേൺ ആവേണ്ട ആവശ്യമില്ല. ഓക്കെ, മെൻസ്ട്രൽ കപ്പ് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെയിൻ ഉണ്ടെങ്കിൽ മാത്രം പീരീഡ്സ് ആണെന്നുള്ളൊരു ചിന്ത നമുക്ക് വരും. അല്ലാത്ത പക്ഷം പീരീഡ്സ് ആണെന്നുള്ള തോന്നലോ ഈ സാധനം നമ്മുടെ ഉള്ളിൽ ഇരിക്കുകയാണെന്നോ നമുക്ക് തോന്നില്ല. ഇടയ്ക്ക് പാഡ് ചേഞ്ച് ചെയ്യേണ്ടി വരില്ല, ഡ്രസ്സിൽ സ്റ്റെയിൻ ആവുന്നുള്ള പേര് വേണ്ട. ഞാനൊക്കെ ആണെങ്കിൽ പാഡ് യൂസ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഇവിടെ നിന്ന് എൻ്റെ പാൻറ്റീസിൻ്റെ അങ്ങറ്റം മുതൽ ഇന്നറ്റം വരെ ഞാൻ പാഡ് ഒട്ടിച്ചു വയ്ക്കും. എന്ന് പറഞ്ഞാൽ ആദ്യം ഒരു പാഡ് ഒട്ടിക്കുന്നില്ല, ഞാൻ അങ്ങേറ്റം ഒട്ടിങ്ങിയിട്ട് എന്നിട്ട് എവിടെയാണോ അത് എൻഡ് ചെയ്യുന്നത് അവിടെ നിന്ന് ഇങ്ങോട്ട് വേറെ ഒട്ടിക്കുക. അങ്ങനെയായിരുന്നു. അത്രയ്ക്ക് ഫ്ലോ ഉണ്ടായിരുന്നു എനിക്ക്. സ്കൂളിലൊക്കെ പോകുമ്പോൾ യൂണിഫോമിലൊക്കെ സ്റ്റെയിൻ ആവുന്നൊക്കെ എനിക്ക് പേടിയായിരുന്നു. ബെഞ്ചിൽ നേരെ ഇരിക്കാനുള്ള പേടി ഉണ്ടായിരുന്നു. അതും ടോപ്പ് ജസ്റ്റ് ഒന്ന് നിവർത്തിയിട്ടതിന് ശേഷം ഇരിക്കും. അങ്ങനെയൊക്കെയായിരുന്നു എനിക്ക് ഭയങ്കര പ്രശ്നം. പക്ഷേ ഇത് യൂസ് ചെയ്ത് തുടങ്ങിയതിന് ശേഷം ഞാൻ വളരെ കംഫർട്ടബിൾ ആണ്. ഒരു പ്രാവശ്യം ഞാനാണെങ്കിൽ ഇത് യൂസ് ചെയ്തിട്ട് എനിക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. കോളേജിൽ പോയിട്ട് ഡാൻസ് പ്രാക്ടീസ് എങ്ങാനും ഉണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഒന്ന് താഴോട്ട് വരുന്നതാണ് ഫീൽ ചെയ്തു എനിക്ക്. ഞാൻ നേരെ വാഷ്റൂമിൽ പോയി ജസ്റ്റ് ഒന്ന് മുകളിലോട്ട് അമർത്തി കൊടുത്തു. മുകളിലോട്ട് ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്തിട്ട് താഴെ ഞാൻ കയറി. വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. അപ്പോൾ അത്രയ്ക്കേ ഉള്ളൂ സംഭവങ്ങൾ. ഇതൊക്കെയാണ് നിങ്ങൾ യൂസ് ചെയ്യണം എന്നുള്ളവർക്ക് യൂസ് ചെയ്യാം. നിങ്ങളുടെ ബോഡിയാണ്, നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ട് ഉള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. പിന്നെ എന്ന് പറഞ്ഞാൽ ചിലർക്ക് യൂസ് ചെയ്താൽ കൊള്ളാൻ ആഗ്രഹം കാണും, പക്ഷേ പേടിക്കേണ്ട ആവശ്യമില്ല. ഒരു പ്രാവശ്യം യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇതിന്റെ സംവിധാനം എങ്ങനെയാണെന്നൊക്കെ മനസ്സിലാവും. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ പ്രാവശ്യം ഞാൻ യൂസ് ചെയ്തപ്പോഴത്തേക്കും എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു ഇതകത്തോട്ട് കയറ്റി വയ്ക്കാൻ. പിന്നീട് ആയപ്പോഴത്തേക്കും ഈസിൽ പെട്ടെന്ന് കയറ്റി വയ്ക്കാൻ പറ്റുന്നുണ്ട്, എടുക്കാൻ പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എന്ന ചിന്ത വന്നിട്ട് നിങ്ങൾക്ക് അവിടെ ലൂസ് ആയി പോയോ, എന്തെങ്കിലും പറ്റിയിട്ടാണോ ഇനി അങ്ങനെയുള്ള സംഭവം വന്നത് എന്ന് നിങ്ങൾക്ക് ചിന്ത ഉണ്ടെങ്കിൽ വേണ്ട. കാരണം നിങ്ങൾ അത് എക്സ്പേർട്ട് ആയതുകൊണ്ട് അടുത്ത പ്രാവശ്യം നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ അത് എക്സ്പേർട്ട് അല്ല, അതുകൊണ്ട് കൺസേണോട് കൂടിയാണ് നിങ്ങൾ കേൾക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു സമയം എടുക്കും. സമയം കുറച്ചെടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൽ എക്സ്പേർട്ടായി, നിങ്ങൾ യൂസ്ഡ് ആയി എന്നാണ് അർത്ഥം. അല്ലാതെ വേറെ ഒന്നും സംഭവിച്ചില്ല, അതിലൊന്നും ടെൻഷൻ എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതിനെക്കുറിച്ച് കുറേ ധാരണ ഇപ്പോൾ വന്നിട്ടുണ്ടെന്ന് വിചാരിക്കും. ചിലർക്ക് ഇത് തീരെ പറ്റില്ലാന്നുണ്ട്. അങ്ങനെയുള്ളവരെ അടുത്ത് യൂസ് ചെയ്യാമെന്ന് ഞാൻ പറയില്ല. നിങ്ങളുടെ കംഫർട്ടബിൾ നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ, നിങ്ങൾക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അല്ല ഇത് പറ്റില്ല, ഇതൊന്നും എന്നെ കൊണ്ടിട്ടില്ല എന്നുള്ളവർക്ക് വേണ്ട, യൂസ് ചെയ്യേണ്ട. നിങ്ങൾക്ക് എങ്ങനെയാണോ നിങ്ങളുടെ ബോഡിയുടെ അതനുസരിച്ച് നിങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ അങ്ങനെ മാനേജ് ചെയ്ത് പോവാം. പിന്നെ ഹൈജീനിക്കാണ്, ക്ലീൻ ആയി. പാഡ് എന്ന് പറയുമ്പോഴത്തേക്കും ചിലർക്ക് റാഷസ് ഒക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ അവിടെ വെറ്റായിട്ടിരിക്കണം. അപ്പോൾ ചിലർക്ക് സ്മെല്ല് വരാൻ ചാൻസ് ഉണ്ട്. ഇതിൽ അങ്ങനെയൊന്നും ഉണ്ടാവില്ല, അത് ഞാൻ ഉറപ്പുതരാം. ഇതിൽ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. പിന്നെ ചിലർക്ക് ശരിയാവില്ല എന്ന് പറയും പോലെ ചിലർക്ക് ഇത് പറ്റില്ല എന്നുണ്ട്, അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തവരുണ്ട്. കപ്പാ നോ എന്നൊക്കെ പറയുന്നവരുണ്ട്. അങ്ങനെ പറയണ്ട. നിങ്ങൾക്ക് ചെറിയൊരു കോൺഫിഡൻസിൻ്റെ പ്രശ്നമുണ്ട്, അത് എന്നെ കൊണ്ട് പറഞ്ഞ് ഈ ഒരു രീതി കൺവേ ചെയ്ത് നിങ്ങൾക്ക് കിട്ടുന്നതാണെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യാം. ഞാൻ പറയും ഇതൊരു ഒരൊറ്റ പ്രാവശ്യം യൂസ് ചെയ്ത് നോക്കുക. ഇതിൽ കംഫർട്ടബിൾ ആവുകയാണെങ്കിൽ വളരെയധികം നിങ്ങൾ ഹാപ്പി ആവും നിങ്ങളുടെ പീരീഡ്സിൽ. ഇതൊക്കെയാണ് എൻ്റെ എക്സ്പീരിയൻസും പിന്നെ ചിലർക്ക് ഉണ്ടാകുന്ന കൺസേൺസും ഒക്കെയാണ് ഞാൻ പറഞ്ഞത്. പിന്നെ വേറെ കാര്യം എന്ന് പറഞ്ഞാൽ ഇത് യൂസ് ചെയ്യുന്നതിന് മുന്നേ സ്റ്റെറിലൈസ് ചെയ്യുക. യൂസ് ചെയ്തതിന് ശേഷം, അതായത് ഫുൾ പീരീഡ്സ് ഒക്കെ കംപ്ലീറ്റ് ആയി നിങ്ങളുടെ ബ്ലഡ് ഫ്ലോ ഒക്കെ നിന്നതിന് ശേഷം ഇത് നിങ്ങൾ ഒന്നും കൂടെ സ്റ്റെറിലൈസ് ചെയ്തതിന് ശേഷം മാത്രമേ വെക്കാവൂ. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ പാത്രത്തിനകത്ത് വെള്ളം പിടിച്ച് 5-10 മിനിറ്റ് തിളപ്പിച്ചതിന് ശേഷം അങ്ങനെ സ്റ്റെറിലൈസ് ചെയ്യാം. ഞാൻ ആദ്യം അങ്ങനെയാണ് സ്റ്റെറിലൈസ് ചെയ്തുകൊണ്ടിരുന്നത്. പാത്രത്തിനകത്ത് കുറച്ച് വെള്ളം പിടിച്ച് 5-10 മിനിറ്റ് തിളപ്പിച്ചതിന് ശേഷം അങ്ങനെയാണ് ഞാൻ സ്റ്റെറിലൈസ് ചെയ്തുകൊണ്ടിരുന്നത്. അല്ലാത്തവർക്ക് ഇങ്ങനെ സ്റ്റെറിലൈസർ മേടിക്കാൻ പറ്റും. പിന്നെ ഞാൻ മേടിച്ചത് സിറോണയുടെ സ്റ്റെറിലൈസർ തന്നെയാണ്. ഇത് മറ്റേതാണെങ്കിൽ നമ്മൾ കൂടെ നിങ്ങൾ അടുക്കളയിൽ പോകണം, പാത്രത്തിൽ വെള്ളം പിടിക്കണം. അടുക്കളയ്ക്കകത്ത് എനിക്ക് അതിന് വേണ്ടി സെപ്പറേറ്റ് ഒരു പാത്രം ഉണ്ടായിരുന്നു. മെൻസ്ട്രൽ കപ്പ് തിളപ്പിക്കാൻ വേണ്ടി മാത്രമേ എൻ്റെ അമ്മ എനിക്ക് പാത്രം മേടിച്ച് തന്നിട്ടുണ്ടായിരുന്നു. അതിനകത്താണ് ഞാൻ തിളപ്പിച്ചുകൊണ്ടിരുന്നത്. വെള്ളം എടുക്കണം, തിളപ്പിക്കണം. ഇതാണെങ്കിൽ വേറൊരു പണിയില്ല. ഇതിൽ എണ്ണ കൊടുത്തിട്ടുണ്ട്. 5 ml അല്ലെങ്കിൽ 10 ml കുറച്ച് അതിനനുസരിച്ച് കുറച്ച് വെള്ളം കൊടുക്കുക.
ഇതിൻ്റെ ഉള്ളിൽ ഒരു ഹോൾ പോലെ ഉണ്ട്. ആ കുഴിക്കകത്ത് ഒഴിക്കുക വെള്ളം. എന്നിട്ട് ഈ കപ്പ്, ഇതിനകത്ത് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഉണ്ട്. എന്നിട്ട് കപ്പ് ഇങ്ങനെ വെക്കുക. ഇങ്ങനെ വെച്ച് ഇത് അടച്ചു വെക്കുക. ഇവിടെ ഒരു സ്വിച്ച്, എന്നിട്ട് പ്ലഗ് കൊടുക്കുക, പ്ലഗ് ചെയ്യുക. എന്നിട്ട് ഇവിടെ സ്വിച്ച് ഉണ്ട്, ഇത് അമർത്തുക. താനെ ഓഫ് ആവും. നമ്മളത് കെയർ ചെയ്യേണ്ട ആവശ്യമില്ല. ഗ്ലാസിൽ കൂടാതെ നമ്മൾ നിൽക്കേണ്ടി വരും. ഇത് അങ്ങനെയൊന്നുമില്ല, താനെ ഇത് ഓഫ് ആവും. ഇതിൻ്റെ ഇത് കഴിയുമ്പോഴത്തേക്കും താനെ ഓഫ് ആവും. കാര്യം കഴിഞ്ഞു. അതിനുശേഷം നമുക്ക് നമ്മുടെ ഇഷ്ടാനുസരണം യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊക്കെയുള്ള കൂടുതൽ ഡൗട്ട്സ് ഒക്കെ ഉള്ള നിങ്ങളുടെ ഗേൾ ഫ്രണ്ട്സിനായാലും നിങ്ങളുടെ അമ്മമാർക്കായാലും ഫ്രണ്ട്സിനായാലും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് പ്രോത്സാഹിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഹെൽത്തി ആയിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക, കംഫർട്ടബിൾ ആയിട്ടിരിക്കുക. നിങ്ങളുടെ ലൈഫ് എൻജോയ് ചെയ്യും. ഓക്കെ.